ഇന്ന് നമ്മളൊരു എളുപ്പ വഴിയിൽ ഉണ്ടാക്കാവുന്ന ഉള്ളിയും മുളകും ഒക്കെ ചുട്ട എടുക്കണ ഒരു ചമ്മന്തിയാണ് തയ്യാറാക്കണത്. അതിനായിട്ട് നമ്മൾ ഒരു 8-9 എരിവുള്ള മുളക്, വറ്റൽ മുളക്, പിന്നെ ഒരു നുള്ള് തേങ്ങ, ഒരു 8-10 ചുമന്ന ഉള്ളി തൊണ്ട് കളഞ്ഞത് ക്ലീൻ ചെയ്തത്, ഒരു കുഞ്ഞു കഷ്ണം വാളംപുളി, നമ്മുടെ പുളിയില പുളിയാണ്, ഫ്രഷ് പുളിയ, പിന്നെ ഒരു സ്വല്പം കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനമാണ് ഇതിന് ചേർക്കണത്. വാളംപുളി നമ്മുടെ പുളിമരത്തേലെ പുളി. നമ്മൾ പുളിമരത്തിൽ നിന്ന് വിളഞ്ഞ പുളി പറിച്ച് തൊണ്ട് കളഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കാ കുത്തിയിരിക്കുന്ന പുളിയാണിത്. നമ്മുടെ പുളിമരത്തിലെ പുളിയാണ്. അത് സ്വല്പം ചേർത്താൽ മതി, നല്ല കാമ്പ അതിന് പുളി ഉണ്ടാവും. വാളംപുളിയുടെ കാകുത്തന പാകം എന്ന് പറഞ്ഞാൽ വാളംപുളി പറിച്ച് നമ്മൾ ഉണക്കാനായിട്ട് വെക്കുമല്ലോ. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് ചെറുതായിട്ട് ഉണങ്ങി വരുമ്പോൾ പുളി ഒന്ന് ഹാർഡായിട്ട് വരും. അങ്ങനെ ഹാർഡായിട്ട് വരുമ്പോൾ അതിൻ്റെ തോട് പൊട്ടിച്ച് കായൊക്കെ കുത്തി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള ആ പുളിയാണ് നമ്മളിവിടെ ഈ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഈ വാളംപുളി നമുക്ക് ദീർഘകാലം പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ എടുക്കുമ്പോൾ ഈ കാ കുത്തി കളഞ്ഞിട്ടുള്ള പുളി വീണ്ടും നല്ലോണം ഈർപ്പം തട്ടാതെ നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഈ കാ കുത്തി കളഞ്ഞിട്ടുള്ള പുളി എന്നിട്ട് അത് നന്നായിട്ട് ഉണക്കി കഴിഞ്ഞതിന് ശേഷം പൊടി രൂപത്തിലുള്ള ഉപ്പ് അതിൽ പുരട്ടി ഒരു ബോളാക്കി നമുക്കൊരു കുഞ്ഞു ഭരണിക്കുള്ളിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഈ ഭരണിയിലും ഒട്ടും ഈർപ്പം തട്ടാനായിട്ട് പാടില്ല. ഈ കുഞ്ഞു ഭരണി നമുക്കിപ്പോൾ കടകളിൽ വാങ്ങിക്കാനൊക്കെ കിട്ടും. ആ ഒരു ഭരണിയിൽ തന്നെ വേണം നമ്മളിങ്ങനെ ഉണ്ടയായിട്ട് സൂക്ഷിച്ച് വെക്കാൻ. അങ്ങനെ വരുമ്പോൾ നമുക്കത് പിന്നീട് കറികൾക്കൊക്കെ എടുക്കാവുന്നതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് ഈ വാളംപുളി പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നത്. നമ്മൾ തവയിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുവാണ് കേട്ടോ ഇത് ചൂടാക്കാനായിട്ട്. പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ അടുപ്പിൽ ചുട്ടെടുക്കുക മുളകൊക്കെ. ഇപ്പൊ അടുപ്പ് കത്തിക്കലൊന്നും വളരെ കുറവല്ലേ. അപ്പൊ കനലിൽ ചുടണതാണ് രുചി. പക്ഷെ കനലില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഈ ചീനിച്ചട്ടിയിലോ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഒക്കെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് പാത്രം ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം ഇട്ട് ചൂടാക്കിയെടുക്കും. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി. ഇത് ഫുൾ ഫ്ലെയിമാണോ? ആ, ഫുൾ ഫ്ലെയിമാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നെന്തിനാ? വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഒരു ടേസ്റ്റ് കിട്ടാനാണ്. ഈ ഇതിനെപ്പോഴും മുളകിനൊരു കുത്തലുണ്ടാവൂലേ, ആ കുത്തൽ പോകാനായിട്ട് വെളിച്ചെണ്ണ, ഉള്ളി, ഇച്ചിരി തേങ്ങ അതിനാണ് ചേർക്കണത്. തേങ്ങ എല്ലാം ചേർക്കുമ്പോൾ എരിവ് ഒരു കുറവായിട്ട് കിട്ടും. എരിവ് കുറയ്ക്കാം, പിന്നെ അടി പിടിക്കാതിരിക്കും ഇതാവുമ്പോൾ. ഈ ഉള്ളി ഇടുക കേട്ടോ. ഈ ഉള്ളിയിൽ വെള്ളാംശം ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സാധനമൊക്കെ നമ്മൾ ചേർക്കും. ഇത് ശരിക്കും ഡ്രൈ ആക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കേടുകൂടാതെ ഇരിക്കും ചമ്മന്തി പുറത്തിരുന്നാൽ, ഫ്രിഡ്ജിൽ വെക്കാറ്. നമ്മളിപ്പോൾ 2 ദിവസത്തേക്കൊക്കെ അല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ പിന്നെ അത്രയ്ക്ക് ഇതാക്കി ഡീപ് ഫ്രൈ ആക്കണമെന്നില്ല. നമ്മൾ ഇന്നിപ്പോൾ വൈകിട്ട് കപ്പ വേവിക്കുന്നുണ്ട്. അതിനു വേണ്ടി ചമ്മന്തി ഉണ്ടാക്കി വെക്കണം. നോയമ്പല്ലേ, മീൻ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കപ്പ വേവിച്ചതും മുളക് ചുട്ട ചമ്മന്തി ഇന്നത്തെ. ഈ മുളകും അതുപോലെ തന്നെ ഉള്ളിയും തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ചുട്ടെടുക്കുമല്ലോ. അന്നേരം നമ്മൾ ഗ്യാസ് സിമ്മിൽ മാത്രമേ ഇടാവുള്ളൂ. ഹൈയിലോ മീഡിയത്തിലോ വരെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പെട്ടെന്ന് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സ്വല്പം തേങ്ങ മതി. നമ്മളിത് തേങ്ങ ഇട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് വാങ്ങാൻ നേരത്താണ് ഉപ്പും പുളിയും വേപ്പിലയൊക്കെ അങ്ങ് ഇടുന്നത്. എന്നിട്ട് അത് ഇട്ടിങ്ങനെ ഇളക്കി വാങ്ങും. പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരയ്ക്കണം. കല്ലിലരച്ചാൽ അതിരുചികരം, അതീവ വിശിഷ്ടമാണത്. പക്ഷേ ഇപ്പം കലരയൊന്നും ഇല്ലല്ലോ, മിക്സിയല്ലേ എല്ലാം കറങ്ങണം. ഇത് ലൈറ്റ് ബ്രൗൺ കളറാണോ? ലൈറ്റ് ബ്രൗൺ ആവണ്ട, ഈ മുളക് മാത്രം ഒരു ബ്രൗൺ പോലെ വന്നാൽ മതി. തേങ്ങയൊക്കെ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ വേറൊരു ടേസ്റ്റ് വരും. വറുത്ത തേങ്ങയുടെ അത് കൊണ്ടുവരും. മുളക് ഏതാണ്ടൊരു നിറം മാറിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ ഈ ചമ്മന്തി? വീട്ടിലിഷ്ടം.
നമ്മളെ ഏതാണ്ട് ഒരുവിധം മൂപ്പായി കേട്ടോ. അതുകൊണ്ട് ഇനി ഇതിലേക്ക് വേപ്പിലയും പുളിയും ഉപ്പും അങ്ങ് ചേർക്കുക. ഇത് ശരിക്കും ഈ ചമ്മന്തി കോടഞ്ചേരി ഭാഗങ്ങളിലേക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഇത് നമ്മുടെ തിരുമറയൂർക്ക് നിൻ്റെ അമ്മായിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. അവിടെ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ഉത്ഭവം അമ്മായിയുടെ കസ്റ്റഡിയിൽ നിന്നാണ്. നമ്മളിത് ഓഫ് ചെയ്യുക കേട്ടോ. മൂപ്പായി. ഇനി ഓഫ് ചെയ്ത് ഈ പാത്രത്തിലിരുന്നത് തണുക്കണം. തണുത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. വളരെ എളുപ്പമാണ് ചമ്മന്തി തയ്യാറാണ്. പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഊണിന് 2 പപ്പടം കാച്ചിയതുണ്ടെങ്കിൽ ധാരാളം. മുളക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ വെച്ചാൽ മുളകിൽ ഇങ്ങനെ ഒരു നിറവ്യത്യാസം വരുന്നത് ബ്രൗണിഷ് പോലെ വരും. ചുമപ്പിന്ന് കളർ വ്യത്യാസം വരും. കൂടുതൽ ബ്രൗണായ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും. ഇനി ഓഫ് ചെയ്തു കേട്ടോ. തണുത്തിട്ട് നമുക്ക് അരയ്ക്കാം. ഇനിയിപ്പം നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് ഈ മുളകും ഉള്ളി ഉപ്പും ഒക്കെ കൂടെ മിക്സിയിലേക്കിട്ട് ചമ്മന്തി അരയ്ക്കുക കേട്ടോ. അരയ്ക്കാനുള്ള പരിപാടിയാണ്. തേങ്ങയെല്ലാം നന്നായിട്ട് തണുത്ത് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അത് അരയ്ക്കാൻ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കേടായി പോകും, ഇരിക്കൂല. ചതച്ചെടുത്താൽ മതിയോ? ചതയ്ക്കൊന്നുമല്ല, അരിഞ്ഞു വരും. ഉള്ളിയുടെ വെള്ളാംശമൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും. ഇനി നമുക്ക് അരയ്ക്കാം. ഈ പാകത്തിൽ നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് ഉരുട്ടിയെടുക്കണം. ആ മുളകിൻ്റെ കുത്തൽ പോകാൻ. നമ്മളിത് ഉരുട്ടുന്നതിന് മുമ്പേ ഒരു പൊടിക്ക് വെളിച്ചെണ്ണ അതിൽ കയ്യിൽ ഒഴിച്ചേച്ച് അതിൽ ചേർത്തിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമുക്കൊരു രുചിക്കും എരിവുള്ള മുളകല്ലേ ഇട്ടേക്കണേ. അപ്പൊ എരിവിനൊരു കുറവ് കിട്ടും. കൂടാതെ ഉരുട്ടിയെടുക്കാനും നല്ല മയത്തിൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടുമ്പോൾ നല്ല ഒരു ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം നമുക്ക്. നമുക്കിന്ന് വൈകിട്ട് 4 മണിക്ക് കഴിക്കാനായിട്ട് ഉണക്കക്കപ്പ വേവിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തൊട്ട് കൂട്ടാനായിട്ടാണ് നമ്മൾ ഈ മുളക് ചുട്ട ചമ്മന്തി ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഉണക്കക്കപ്പയുടെ വീഡിയോ എടുത്തപ്പോൾ അതും ഇതും കൂടെ ചേർത്ത് ഒരുമിച്ച് ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഉണക്കക്കപ്പ വേവിച്ച വീഡിയോ ഇതിൻ്റെ വഴിയെ തന്നെ വരുന്നുണ്ട് കേട്ടോ, ആരും വിഷമിക്കണ്ട. ദ ഫൈനൽ പ്രോഡക്റ്റ് ഇഷ്ടമായോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു 3 മിനിറ്റ് ചമ്മന്തിയാണിത്. ഊണിൻ്റെ ഒപ്പം മറ്റു കറികളില്ലെങ്കിലും നമുക്ക് ഞൊടിയിടയിൽ ഇത് റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ തവണ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ അടുത്ത മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.